സിദ്ദിഖിന്റെ കാര്യം നമുക്കറിയാമല്ലോ, ഹോസ്റ്റൈൽ ആയിട്ടുള്ള ഒരു അതെ. വിറ്റ്നസ് ആണ്. പക്ഷേ ഹോസ്റ്റൈൽ അല്ലാത്ത വിറ്റ്നസ്സുകളും പറഞ്ഞിരിക്കുന്നത് അവിടേക്ക് ആളെ പ്രവേശിപ്പിക്കാൻ കഴിയില്ല എന്നാണ്. അവിടെ പ്രത്യേക ടാഗ് ഉള്ള ആൾക്കാർക്ക് മാത്രമേ പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ. ആ ഏരിയ കോർഡൺ ഓഫ് ചെയ്തിരിക്കുകയാണ്. അവിടേക്ക് താരങ്ങൾ താല്പര്യമുണ്ടെന്ന് പറഞ്ഞാലും ഒരാളെ പുറത്തുനിന്ന് കൊണ്ടുവരാൻ കഴിയില്ല എന്ന് പറയുന്ന ആൾക്കാരൊന്നും കൂറുമാറിയവരല്ല. അവരെല്ലാവരും തന്നെ പറയുന്നത്, കോടതി അത് എല്ലാവരുടെയും വാദമെടുത്തതിന് ശേഷം അതിൽ പറയുന്നത്, എല്ലാവർക്കും ഒറ്റ അഭിപ്രായം മാത്രമേ ഉള്ളൂ, അവിടേക്ക് പുറത്തു നിന്ന് ഒരാളിനെ കയറ്റി വിടുന്നില്ല. അവർ ഡ്രൈവർ ആണെങ്കിലും അവരുടെ ഏറ്റവും വേണ്ടപ്പെട്ടയാളാണെങ്കിലും അവർ പറഞ്ഞു കഴിഞ്ഞാൽ പോലും ഒരാളെ അങ്ങോട്ട് കൊണ്ടുവിടുന്ന കടത്തിവിടുന്ന പരിപാടിയില്ല എന്ന് ഈ കൂറുമാറിയവർ മാത്രമല്ല, മറ്റുള്ള ആൾക്കാർ, അവിടെയുള്ള എത്രയോ ആൾക്കാർ ഇവിടെ മൊഴി കൊടുത്തിട്ടുണ്ട്. ആ ആൾക്കാരെല്ലാവരും അതാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നതല്ല, നമ്മുടെ ഈ കോൺസ്പിറസി പ്രൂവ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഹെർക്കൂലിയൻ ടാസ്ക് ആയിരിക്കുമ്പോൾ പോലും ഈ കേസിൽ കൊണ്ടുവന്നിരിക്കുന്ന തെളിവ് എന്താണെന്നുള്ളത് നോക്കണ്ടേ. ഈ കേസിൽ കൊണ്ടുവന്നിരിക്കുന്ന തെളിവ്, ഇപ്പൊ നേരത്തെ മഞ്ജുഷ് പറഞ്ഞിരിക്കുന്ന സ്വിഫ്റ്റ് ജംഗ്ഷന്റെ കാര്യം, ആ സ്വിഫ്റ്റ് ജംഗ്ഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സ്വിഫ്റ്റ് ജംഗ്ഷനിൽ ഈ ഷൂട്ട് നടക്കുന്നത് സെപ്റ്റംബർ മാസം ഏതോ ഒരു തീയതി മുതൽ നവംബർ മാസം 3 വരെയാണ്. അത് പ്രതിഭാഗം നേരത്തെ തന്നെ പറയുന്നുണ്ട്, ആ സമയം വരെ ഉള്ളൂ. അതിനുശേഷം ഷൂട്ട് എഴുപുന്നയിലേക്ക് മാറുകയാണ്. എന്നിട്ട് അവസാനം ഈ രണ്ടാൾക്കാരും ഇവിടെ ഒന്നിച്ചുണ്ടായിരുന്നു, അവരുടെ ടവർ ലൊക്കേഷനും മറ്റു കാര്യങ്ങളും എല്ലാം ഐഡന്റിഫൈ ചെയ്തു എന്ന് ഈ പ്രോസിക്യൂഷൻ പറഞ്ഞിട്ട്, പ്രോസിക്യൂഷൻ തന്നെയാണല്ലോ ഈ തെളിവുകളെല്ലാം കോടതിയിൽ കൊണ്ടുവരുന്നത്. കൊണ്ടുവന്നപ്പോൾ എന്താണ്, 3-ാം തീയതി വരെ അവിടെ ദിലീപിന്റെ ടവർ ലൊക്കേഷൻ ഉണ്ട്. പക്ഷേ 8-ാം തീയതി ഈ മീറ്റിംഗ് നടന്നു എന്ന് പറയുന്ന സമയത്ത് എഴുപുന്നയിലാണ് ദിലീപിന്റെ ലൊക്കേഷൻ. മറുപടി അപ്പൊ ശ്രീമതി ടി ബി മിനി, ഞാൻ പറഞ്ഞത്, ഇങ്ങനെ നിങ്ങൾ എങ്ങനെ ഇത് പ്രോസിക്യൂഷന് prove ചെയ്യും? വ്യക്തമായിട്ട് തെളിവുകൾ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണല്ലോ കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം അബാദ് പ്ലാസയിലെ ഗൂഢാലോചനയാണ്. അവിടെ പോലും, അവിടെ വെച്ചാണല്ലോ ഈ കൊട്ടേഷൻ കരാർ ഉണ്ടാക്കിയത്, 1.5 കോടിയുടെ വാഗ്ദാനം വന്നത്. ഈ രീതിയിൽ എന്ത് സംഭവിച്ചു പ്രോസിക്യൂഷൻ? ഇത്തരത്തിൽ കോടതി ഈ ഉന്നയിച്ച തെളിവുകൾ, പ്രോസിക്യൂഷനും പോലീസും ഉന്നയിച്ച തെളിവുകൾ അവിശ്വസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്? മഞ്ജുഷ, നിങ്ങളെന്നോട് ക്ഷമിക്കണം. മഞ്ജുഷ എന്നെ വിളിച്ചപ്പോൾ ഞാൻ വന്നു. നമുക്കൊരിക്കലും ഈ ജഡ്ജ്മെൻറ്റ് ഇങ്ങനെ അനലൈസ് ചെയ്യാൻ പാടില്ല, ഇതൊരു കണ്ടംപ്റ്റാണ്. ഞാൻ പ്രത്യേകിച്ച് ചെയ്യാൻ പാടില്ല. ദയവ് ചെയ്ത് അത്തരം കാര്യങ്ങൾക്ക് എന്നെ വിളിക്കരുത്. മഞ്ജുഷിനോട് എനിക്കിഷ്ടമാണ്, ന്യൂസ് 8നോടും ഞാൻ നന്നായി സഹകരിക്കുന്ന ഒരാളാണ്. ശ്രീജിത്ത് പണിക്കരോടും എനിക്കൊരു പ്രശ്നവുമില്ല. പക്ഷേ ഈ ജഡ്ജ്മെൻറ്റ് ഇങ്ങനെ അനലൈസ് ചെയ്യുന്നതിൽ എന്നെ വിളിക്കരുത്. അങ്ങനെ വിളിക്കുന്നത് കണ്ടംപ്റ്റാണ്. എന്നോട് ക്ഷമിക്കണം കേട്ടോ. അല്ല, അതിൽ ഏത് കാര്യമാണ്? ചോദിച്ചോട്ടെ മാഡം, ഒരു സംശയം ചോദിച്ചോട്ടെ. മാഡം ഈ കേസിൽ അപ്പിയർ ചെയ്തു എന്നുള്ളതിന്റെ പേരിലാണോ അത് പറയുന്നത്, അതോ ഒരു അഡ്വക്കേറ്റ് എന്ന പൊസിഷനിൽ ചെയ്യരുതെന്നാണോ പറയുന്നത്? കേസിൽ അപ്പിയർ ചെയ്തുണ്ടാവും അല്ലേ? ഇല്ല, കേൾക്കുന്നില്ല. മിനി കേൾക്കുന്നില്ല. കേൾക്കാൻ പറ്റുന്നില്ല? ഇല്ല, മിനി ഹെഡ്സെറ്റ് ഊരി, അതുകൊണ്ടാണ്. ഓ ശരി. അല്ല, എനിക്ക് തോന്നുന്ന കക്ഷിയുടെ വക്കീലാണെന്നുള്ള ഒരു അസംഷനിലായിരിക്കും. അങ്ങനെ ആകാൻ വഴിയില്ലല്ലോ. കക്ഷിയുടെ വക്കീലാണ് എന്ന് അറിഞ്ഞു, അങ്ങനെ തന്നെയാണല്ലോ പങ്കെടുത്തതും. മുമ്പും പങ്കെടുത്ത, അതാ ഞാൻ എന്താണ് അത് വിധി വന്നതിന് ശേഷം എന്താണ് ഇതിന്റെ പൊസിഷൻ എനിക്ക് അറിയുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. കാരണം മാഡം നേരത്തെ പറഞ്ഞിരുന്നത് നമ്മളെല്ലാം കണ്ടതാണ്. അന്നൊരു വൈകുന്നേരത്തോടു കൂടി ഈ വക്കാലത്ത് മാറുകയാണ്, പിന്നെ നോ ലോങ്ങർ അതിജീവിതയുടെ വക്കീൽ, അതുകൊണ്ട് ഇനി സംസാരിക്കുമെന്നാണ് മാഡം പറഞ്ഞിരുന്നത്. അപ്പൊ എന്തുകൊണ്ടാണെന്നെ ലീഗൽ പൊസിഷൻ എനിക്ക് മനസ്സിലായില്ല. അത് ചർച്ച കഴിഞ്ഞിട്ട് മിനിയോട് തന്നെ ചോദിക്കാം. എന്തായാലും അവർക്ക് ഇത് താല്പര്യമില്ല എന്ന് അറിയിച്ചത് കൊണ്ട് തന്നെ നമുക്ക് നിർബന്ധിക്കാനും പറ്റില്ല. ശരി ശ്രീജിത്ത്, ഇങ്ങനെ ഈ തരത്തിൽ ഇപ്പോൾ താങ്കൾ അബാദ് പ്ലാസയുടെ കാര്യം പറഞ്ഞു. സ്വിഫ്റ്റ് ജംഗ്ഷനിലെ തോപ്പുംപടിയിലാണല്ലോ അത്, അവിടെ അന്ന് ഷൂട്ടിംഗ് നടന്നിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഈ പണം കൈമാറിയ സമയത്തെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. ജോയിസ് പാലസ് തൃശ്ശൂർ, അവിടുത്തെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ വെച്ച് 10,000 പിന്നെ 1 ലക്ഷം. ആ 1 ലക്ഷം കൈമാറിയ അതേ ദിവസം തന്നെയാണല്ലോ അല്ലേ, 2-ാം തീയതി നവംബർ 2-ന് തന്നെ പൾസർ സുനിയുടെ അമ്മയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുമുണ്ട്. ഇതിന് ഹാജരാക്കിയ തെളിവുകൾ അതും നിരാകരിക്കുകയാണല്ലോ കോടതി ചെയ്തത്. തീർച്ചയായിട്ടും. കാരണം അതൊക്കെ എന്തുകൊണ്ടാണ് നിരാകരിച്ചിരിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇത് എവിഡൻഷ്യറി വാല്യൂ ഇല്ലാത്ത സ്റ്റേറ്റ്മെന്റുകളായി മാറുന്നത് എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. കാരണം അങ്ങനെയുള്ള തെളിവുകൾ കൊണ്ടുവന്നത് കൊണ്ടാണ് ഈ ഒരു കേസ് നിൽക്കാതെ പോയത്. അപ്പൊ നമ്മളിവിടെ പറയുന്ന ഒരു കണ്ടൻഷൻ എന്താണ്,